മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 ഏപ്രിൽ 8 ബുധൻ. നാടിനെ വർഗീയ ധ്രുവീകരണത്തിൽ നിന്ന് രക്ഷിക്കാനും അഴിമതിമുക്തവും വികസനോന്മുഖവുമായ ഭരണത്തിന് വഴിയൊരുക്കാനും കേരളം വോട്ടവകാശം സുചിന്തിതമായി വിനിയോഗിക്കും എന്ന് പ്രത്യാശിക്കുമെന്നതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ചർച്ച ചെയ്യുന്നത്. പ്രബുദ്ധ കേരളം വിധിയെഴുതുമ്പോൾ 16ാം കേരള നിയമസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ നാളെ 2.71 കോടിയിലേറെ സമ്മതിദായകരിൽ ഭൂരിഭാഗവും പോളിംഗ് ബൂത്തുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 17.7 ലക്ഷം മലയാളികൾ ഗൾഫിലുണ്ടെങ്കിലും അവരിൽ ബഹുഭൂരിഭാഗത്തിനും നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന് സ്വദേശത്തേക്ക് അണയാൻ സാധ്യമാവില്ല എന്നാണ് കരുതേണ്ടത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇത്തവണ ചൂടും ആവേശവും ആശങ്കയും വളരെ കൂടുതലാണ് എന്നാണ് പൊതുവായ വിലയിരുത്തൽ. ഒന്നാമൂഴത്തിൽ ജനകീയ പ്രശ്നപരിഹാരത്തിലും വികസന പ്രവർത്തനത്തിലും ഒട്ടൊക്കെ സൽപ്പേര് സമ്പാദിച്ച പിണറായി വിജയന്റെ നേതൃത്വത്തിലെ ഇടതുമുന്നണി സർക്കാരിന് കേരള ജനത അകമഴിഞ്ഞ പിന്തുണ നൽകിയതിനാൽ സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി ഒരു ഗവൺമെന്റിന് 5 വർഷം കൂടി ആയുസ് നീട്ടിക്കിട്ടി. ദശവത്സരകാലത്ത് തന്റെ സർക്കാർ പ്രതികൂല സാഹചര്യത്തിലും കൈവരിച്ച നേട്ടങ്ങളും നടപ്പാക്കിയ വികസന പദ്ധതികളും മുൻനിർത്തി പിണറായി വിജയനും ഇടതുമുന്നണിയും വീണ്ടും ഒരു ഭരണ തുടർച്ചയ്ക്കു വേണ്ടി ജനപിന്തുണ തേടുമ്പോൾ പിന്നിട്ട 5 വർഷത്തെ ഭരണപരാജയം അക്കമിട്ട് നിരത്തി മാറ്റത്തിന് ജനം തയ്യാറാവണം എന്ന് ആഹ്വാനം ചെയ്യുകയാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യ ജനാധിപത്യ മുന്നണി. പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും പതിറ്റാണ്ടുകൾ നീട്ട ഭരണക്കുത്തക CPM നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിക്ക് നഷ്ടമാവാൻ കാരണമാക്കിയ അഴിമതിയും ദുർഭരണവും ജനവിരുദ്ധ നയങ്ങളും കേരളത്തിലും ആവർത്തിച്ചു തുടങ്ങിയതായി പ്രതിപക്ഷം ആരോപിക്കുന്നു. താരതമ്യേന ഭേദപ്പെട്ട മന്ത്രിസഭയായിരുന്നു 2016 മുതൽ 2021 കാലത്ത് നിലവിലുണ്ടായിരുന്നത് എങ്കിൽ പൂർണ്ണമായും തൻ്റെ ചൊൽപ്പടിക്ക് വഴങ്ങുന്നവരെ മാത്രം ഉൾപ്പെടുത്തി പിണറായി വിജയൻ ഒരുക്കിയ 2ാം മന്ത്രിസഭ കെടുകാര്യസ്ഥതയിലും പിടിപ്പുകേടിലുമാണ് കഴിവ് തെളിയിച്ചത് എന്ന് സോദാഹരണം ചൂണ്ടിക്കാട്ടുന്നു പ്രതിപക്ഷം. അതിനാൽ കേരളം ബംഗാൾ ആവാതിരിക്കണമെങ്കിൽ മാറ്റം അനുപേക്ഷ്യമാണ് എന്നാണ് അവരുടെ വാദം. പ്രായാധിക്യവും ആരോഗ്യ പ്രശ്നങ്ങളും മൂലം പണ്ടത്തെപ്പോലെ ഊർജ്ജസ്വലനല്ലാത്ത മുഖ്യമന്ത്രി തൻ്റെ അസാന്നിധ്യത്തിൽ ചുമതലകൾ ഏൽപ്പിക്കാൻ പറ്റിയ പകരക്കാരെ പോലും കണ്ടെത്താത്തത് ഒന്നുകിൽ നിസ്സഹായത, അല്ലെങ്കിൽ സഹപ്രവർത്തകരിൽ ആരെയും വിശ്വാസത്തിലെടുക്കാത്ത മനോനില എന്നാണ് സാമാന്യമായ വിലയിരുത്തൽ. അതോടൊപ്പം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മുൻനിരക്കാരിൽ മുന്നുദാഹരണങ്ങളില്ലാത്ത വ്യക്തിപൂജയും ക്യാപ്റ്റൻസി പതിച്ചു നൽകലും ബൂർഷ്വാ സംസ്കാരത്തിലേക്കുള്ള വ്യതിയാനമായി വിമർശിക്കപ്പെടുന്നുമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളം പ്രതിപക്ഷ മുന്നണികൾ പ്രചാരണത്തിനായി ദേശീയ തലത്തിലെ താരപ്രചാരകരെ വ്യാപകമായി അവതരിപ്പിച്ചപ്പോൾ ഭരണമുന്നണി മിക്കവാറും ഒരേയൊരു താരരാജാവിനെ അവതരിപ്പിക്കേണ്ടി വന്നതിലെ നിസ്സഹായത എടുത്തുകാട്ടുന്നവരുമുണ്ട്. ഇതൊക്കെ അടുത്ത ഘട്ടത്തിൽ ഊർജ്ജസ്വലമായൊരു പ്രതിപക്ഷമായിരിക്കുന്നതാണ് CPMനും സഹപാർട്ടികൾക്കും ഗുണകരം എന്ന് ചിന്തിക്കുന്നവരും ഇടതുപക്ഷത്ത് കുറവല്ല. 2024 ലോക്സഭാ ഇലക്ഷനിലും തുടർന്ന് നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലുമെല്ലാം പ്രചാരണത്തിൽ സർവോപരി പ്രകടമായ വർഗീയ ആരോപണ പ്രത്യാരോപണ ശരവർഷം കേരളത്തിൻ്റെ സാമ്പ്രദായിക സാമുദായിക സൗഹാർദ്ദത്തിനും മതസഹിഷ്ണുതയ്ക്കും ഏൽപ്പിച്ചു കഴിഞ്ഞ സാരമായ പരിക്കിനെ കൂടി പരാമർശിക്കാതെ നിർവാഹമില്ല. UDF തൂത്തുവാരിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും പ്രബല മതന്യൂനപക്ഷങ്ങൾ ഇടതുമുന്നണിയെ കൈവിട്ടതാണ് പരാജയ കാരണം എന്ന നിഗമനത്തിൽ CPM ഭൂരിപക്ഷ സമുദായ പിന്തുണ ലാക്കാക്കി അഴിച്ചുവിട്ട പ്രചാരണങ്ങൾ അതിൻ്റെ സ്വാഭാവിക പ്രായോജകരായ ഹിന്ദുത്വ മുന്നണി കൂടുതൽ മാരകമായി ഏറ്റെടുത്തതിൻ്റെ ഉദാഹരണങ്ങളാണ് സമീപ ദിവസങ്ങളിൽ കാണാനായത്. സ്വാധീനം വളരെ പരിമിതം എന്ന് തങ്ങൾ സ്വയം സമ്മതിക്കുന്ന ചില മതന്യൂനപക്ഷ സംഘടനകളുമായുള്ള ബാന്ധവം UDFന്റെ പേരിൽ ആരോപിച്ച് തങ്ങൾ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും തുല്യമായി എതിർക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രിയും CPM നേതാക്കളും വക്താക്കളും നിരന്തര പ്രചാരണം നടത്തിയത്. ഇത് ഭൂരിപക്ഷ വോട്ടുകളെ ആകർഷിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് തീവ്ര വലതുപക്ഷം ഇപ്പോൾ ചില മുസ്ലിം സംഘടനകളെ പാക് അനുകൂലികളായി മുദ്രകുത്തി മേൽക്കൈ നേടി ഹിന്ദു വോട്ടുകൾ സമാഹരിക്കാൻ ശ്രമിക്കുന്നതാണ് ഒടുവിലത്തെ കാഴ്ച. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ സുധീരം പൊരുതി രക്തസാക്ഷിയായ ടിപ്പു സുൽത്താന്റെ പേര്
റോഡുകളിൽ നിന്നും നീക്കം ചെയ്യണം എന്നും ഹിന്ദു സ്ഥാനാർത്ഥി തന്നെ ഗുരുവായൂരിനെ പ്രതിനിധാനം ചെയ്യണം എന്നുമൊക്കെ വിളിച്ചു കൂവുന്നവർ സാമുദായികാന്തരീക്ഷം വിദ്വേഷ കലുഷിതമാക്കി വോട്ട് നേടണം എന്നാഗ്രഹിക്കുന്നവരാണ്. അതിന് വഴിയൊരുക്കിയവർ കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുകയാണ് എന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വിനാശകാലേ വിപരീത ബുദ്ധി എന്നേ ഓർമ്മിപ്പിക്കാനുള്ളൂ. പ്രബുദ്ധ കേരളത്തിലെ സമ്മതിദായകർ ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ വർഗീയ ധ്രുവീകരണത്തിൽ നിന്നും രക്ഷിക്കാനും നീതിപൂർവകവും അഴിമതിമുക്തവും വികസനോന്മുഖവുമായ ഒരു ഭരണത്തിന് വഴിയൊരുക്കുവാനും തങ്ങളുടെ വോട്ടവകാശം സുചിന്തിതമായി വിനിയോഗിക്കാൻ മനസ്സിരുത്തും എന്ന് പ്രത്യാശിക്കുക. മാധ്യമം പോഡ്കാസ്റ്റ്.